ഇന്ന് നമ്മൾ എടുക്കുന്നത് BNSSലുള്ള ഒരു ടോപ്പിക്കാണ് അറസ്റ്റ് ഓഫ് പേഴ്സൺസ്. അതായത് നമുക്കറിയാം, ഒരു പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സണോ മജിസ്ട്രേറ്റോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കോമൺ ആളിനെ അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡ് പേഴ്സണിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. സോ അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ആണ് ഫസ്റ്റ് ടോപ്പിക്കാണ്. സെക്ഷൻ 35 ആണ്. വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്. ഒരു വാറന്റ് ഇല്ലാതെ പോലീസിന് എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനത്തെ കേസസിനൊക്കെ നമുക്കറിയാം, നമ്മൾ കൊഗ്നീസബിൾ ഒഫൻസസ് എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന ഒഫൻസുകളെയാണ് നമ്മൾ കൊഗ്നീസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. സോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അങ്ങനെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളായിരിക്കണം ഈ പറഞ്ഞ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ പോലീസിന്റെ ആ ഒരു റൈറ്റ് പറയുന്നത് സെക്ഷൻ 35 ഓഫ് BNSSലാണ്. അതിന്റെ ഒരു സബ്സെക്ഷൻ ആണ് സെക്ഷൻ 1. അതിലെന്താ പറയുന്നത്? When police can arrest without warrant or magistrate order, a police officer can arrest a person without a warrant if. എപ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ പോലീസിന് വിത്തൗട്ട് എ വാറന്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, കോട്ട് ഇൻ ദി ആക്ട്. അതായത് ആ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊഗ്നീസബിൾ ഒഫൻസ് ഈ പോലീസ് ഓഫീസറിന്റെ മുന്നിൽ നിന്ന് ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സീരിയസ് ആയിട്ടുള്ള കാര്യം ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള വലിയ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ഇല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ട് ഒരു പോലീസ് ഓഫീസറിന്റെ മുന്നിൽ നിന്ന് ഒരാൾ ചെയ്യുകയാണ്. The person commits a cognizable offense, serious crime where police can act without court order in front of the officer. ആ ഓഫീസറിന്റെ മുന്നിൽ വെച്ചിട്ട് ഈ പറഞ്ഞ കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വിത്തൗട്ട് വാറന്റ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാണ്ട് പോലീസ് ഓഫീസറിന് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തതാണ് റീസണബിൾ ബിലീഫ് ഇൻ എ സീരിയസ് ഒഫൻസ് അപ് ടു 7 years imprisonment. അതായത് 7 വർഷം തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷ ഈ പ്രതി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സീരിയസ് ബിലീവ് അല്ലെങ്കിൽ ഒരു റീസണബിൾ ബിലീവ് ആ ഒരു പോലീസ് ഓഫീസറിന് ഉണ്ട്. ഓക്കെ, ഇയാൾ ഇത്രയും വലിയൊരു കുറ്റം ഇയാൾ ചെയ്തിട്ടുണ്ട്, ഈ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ അയാൾക്ക് എതിരെയാണ് അല്ലെങ്കിൽ അയാൾ ചെയ്തു എന്നാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു സീരിയസ് ഒഫൻസ് ആണ് എന്നുണ്ടെങ്കിൽ, സീരിയസ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ അല്ലെങ്കിൽ 7-ൽ കൂടുതൽ വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു പണിഷ്മെന്റ്, ശിക്ഷയാണ് അയാൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ, ഒരു തെറ്റാണ് അയാൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ദർ ഈസ് എ റീസണബിൾ കംപ്ലൈന്റ്, credible information or suspicion that the person committed such an offense. ഒരു റീസണബിൾ കംപ്ലൈന്റ് ഉണ്ട്, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കംപ്ലൈന്റ്, കറക്റ്റ് എവിഡൻസും ഒക്കെ ഉള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട്. ദെൻ ക്രെഡിബിൾ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ പക്ക ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സസ്പീഷൻ ഉണ്ട്, ഓക്കെ ഇയാൾ ഇത് ചെയ്തിട്ടുണ്ട് എന്നൊരു വെറുതെ ഒരു ഊഹാപോഹമല്ല, പകരം നല്ല സീരിയസ് ആയിട്ടൊരു റീസണബിൾ ബിലീഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും. The officer must believe the person committed the offense and believe arrest is necessary to stop further crime. അപ്പം ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഓഫീസറിന് എന്തുണ്ടാവണം? ഫസ്റ്റ് ഓഫ് ഓൾ അയാൾക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവണം ദാറ്റ് ഇയാൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം വേണം. ആൻഡ് ഓൾസോ ഈ അറസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഫോർ സ്റ്റോപ്പിംഗ് ഫർദർ ക്രൈം. വീണ്ടും ആ പ്രതി കുറ്റങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ അറസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് എൻഷുർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ. കാരണം ഈ പ്രതി പുറത്തു നിന്നാൽ ചിലപ്പോ സാക്ഷികൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ എവിഡൻസ് മറപ്പിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടക്കില്ല. ആ സാഹചര്യത്തിലും അറസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ പ്രിവെന്റിങ് ഹൈഡിങ് ഓർ ഡിസ്ട്രോയിങ് എവിഡൻസ്. എവിഡൻസ് നശിപ്പിക്കാൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞത്, എവിഡൻസ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കാനോ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സ്റ്റോപ്പ് ഇൻഫ്ലുവൻസിങ് വിറ്റ്നസസ്. സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എൻഷുർ ദ പേഴ്സൺ അപ്പിയേഴ്സ് ഇൻ കോർട്ട്. അതായത് ഇയാൾ മുങ്ങിക്കളയാ, അതായത് ഇയാളുടെ മേൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, പിടിച്ചാ പണിയാണെന്ന് അയാൾക്ക് അറിയാമെങ്കിൽ അയാൾ ചിലപ്പോ ഒളിവിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ കോർട്ടിൽ വരുമെന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടി അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വിത്തൗട്ട് വാറന്റ്.
അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓഫീസർ മസ്റ്റ് റൈറ്റ് ഡൗൺ റീസൺസ് ഫോർ അറസ്റ്റ് ഓർ ഇഫ് നോട്ട് അറസ്റ്റിംഗ് റീസൺസ് ഫോർ നോട്ട് അറസ്റ്റിംഗ്. അപ്പൊ എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അതിനുള്ള റീസൺസ് ആ ഒരു ഓഫീസർ റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കണം. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അയാള് കൃത്യമായി റൈറ്റ് ഡൗൺ ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തേതാണ് വെരി സീരിയസ് ഒഫൻസസ്, അതായത് മോർ ദാൻ 7 years ഇംപ്രിസൺമെന്റ് ഓർ ഡെത്ത്. ഈ ആദ്യം നമ്മൾ പറഞ്ഞു എന്ത്? കോഗ്നൈസബിൾ ഒഫൻസ്, പിന്നെ പറഞ്ഞു സീരിയസ് ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ റീസണബിൾ ബിലീവ് ഉണ്ട് അയാൾ സീരിയസ് ഒഫൻസ് ചെയ്തു എന്നുള്ളത്. മൂന്നാമത്തത് വെരി സീരിയസ് ഒഫൻസ് അയാൾ ചെയ്യാണ്. ദ ഓഫീസർ ബിലീവ്സ് ദ പേഴ്സൺ കമ്മിറ്റഡ് ഇറ്റ് ബേസ്ഡ് ഓൺ ക്രെഡിബിൾ ഇൻഫർമേഷൻ. അതായത് 7 വർഷത്തിൽ കൂടുതലും ഇംപ്രിസൺമെന്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാവുന്ന ഒരു ഒഫൻസ് അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഓഫീസറിന് നല്ല ഫുൾ എവിഡൻസ് ഒക്കെ ഉള്ളൊരു ഇൻഫർമേഷൻ കിട്ടി, എന്നിട്ട് ആ ഒരു ഓഫീസർ ആ ഒരു വിശ്വാസത്തോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് വെരി സീരിയസ് ഒഫൻസിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് വൺ, അതർ സിറ്റുവേഷൻസ് വേർ അറസ്റ്റ് ഇസ് അലൗഡ് വിത്തൗട്ട് വാറന്റ്. അതായത് കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് വേർ ഈ പോലീസ് ഓഫീസറിന് വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ്? പേഴ്സൺ ഡിക്ലെയർഡ് ആസ് ഒഫൻഡർ ബൈ ലോ ഓർ സ്റ്റേറ്റ് ഓർഡർ. അതായത് ബൈ കോടതി ലോ വഴിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർഡർ വഴിയോ എന്ത് ചെയ്തു? ഇയാളെ ഒരു കുറ്റവാളിയാണ്, ഒരു ഒഫൻഡർ ആണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഫൗണ്ട് വിത്ത് സസ്പെക്റ്റഡ് സ്റ്റോളൻ ഗുഡ്സ്, അതായത് മോഷണ വസ്തുവുമായി ഇയാളെ കണ്ടെത്തപ്പെട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഒബ്സ്ട്രക്റ്റിംഗ് പോലീസ് ഡ്യൂട്ടി ഓർ എസ്കേപ്പിംഗ് കസ്റ്റഡി, ഒന്നെങ്കിൽ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു, അല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ആ സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് വാറന്റ് ആ ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സസ്പെക്റ്റഡ് ഡെസേർട്ടഡ് ഫ്രം ആംഡ് ഫോഴ്സസ്, അതായത് ആംഡ് ഫോഴ്സസ് ആർമി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഉള്ള ഫോഴ്സസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒന്നും പറയാണ്ട് ലീവ് ഒന്നും എടുക്കാണ്ട് അവിടുന്ന് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ആരോടും പറയാതെ പോവുകയോ. ഈ നേരത്തെ ഈ ആംഡ് ഫോഴ്സസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇപ്പം ലീവ് എടുത്ത് നിൽക്കുക, തലവേദന അങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വരാൻ അങ്ങനൊന്നും പറ്റില്ല. പകരം എന്ത് ചെയ്യണം? പ്രോപ്പർ ഇൻഫോം ചെയ്ത് അവിടുന്ന് ലീവ് അപ്രൂവ് ചെയ്താലൊക്കെ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനൊന്നും ചെയ്യാണ്ട് ഡെസേർട്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ ജോലിയിൽ നിന്ന് വരുന്ന അവരെയാണ് നമ്മൾ സസ്പെക്റ്റഡ് ഡെസേർട്ടർ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാരെയും എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും. Then committed an act outside India that is punishable in India and can be extradited. അതായത് ഇന്ത്യയുടെ പുറത്ത് ആണ് ഇയാൾ ഒരു കുറ്റം ചെയ്തത്, പക്ഷെ ആ കുറ്റം എന്താണ്? ഇന്ത്യയിലൊരു ഒഫൻസ് ആണ്, പക്ഷെ അത് അയാൾ ഇന്ത്യയിലായിരിക്കില്ല ചെയ്തത്, ഇന്ത്യയുടെ പുറത്തായിരിക്കും. എന്നാലും അയാൾ തിരിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇഫ് ദാറ്റ് ഇസ് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് അല്ലെങ്കിൽ സീരിയസ് ഒഫൻസ് ആണ് എന്നുണ്ടെങ്കിൽ. ദെൻ ബ്രീച്ച് ഓഫ് റൂൾസ് ബൈ എ റിലീസ്ഡ് കൺവിക്ട്, അതായത് ഈ ജാമ്യത്തിൽ പോയ പ്രതി ഉണ്ടാവൂലേ, അയാൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്യുന്നു, അങ്ങനെ വന്നാലും അയാളെ വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അറസ്റ്റ് റിക്വസ്റ്റഡ് ബൈ അനദർ പോലീസ് ഓഫീസർ വിത്ത് പ്രോപ്പർ റീസൺ. അത് നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു പോലീസ് ഓഫീസർ മറ്റേ പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഇന്ന പ്രതി, ഒരു സസ്പെക്റ്റഡ് പ്രതി അവിടെ ആ ഒരു പരിസരത്ത് വന്നിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ ഉണ്ട്, അപ്പൊ നിങ്ങളൊന്ന് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാണുന്നൊരു ഇതില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു പോലീസ് ഓഫീസർ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു പ്രോപ്പർ റീസണും കൊടുത്ത് റിക്വസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്രയാണ് സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 2 എന്താ പറയുന്നത്? നോൺ കോഗ്നൈസബിൾ ഒഫൻസസിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഈ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആവുമ്പോഴോ? ഫോർ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് വെച്ചാൽ ലെസ് സീരിയസ് ഒഫൻസ് ആണ്. ഈ ഒഫൻസുകൾക്ക് വാറന്റ് ഉണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പോലീസ് കനോട്ട് അറസ്റ്റ് വിത്തൗട്ട് എ മജിസ്ട്രേറ്റ്സ് ഓർഡർ ഓർ വാറന്റ്. ഓക്കെ, നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് വാറന്റ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും സീരിയസ് ഒഫൻസ് അല്ല, അതുകൊണ്ട്. ഇനി സെക്ഷൻ 3 ആണ്. Then arrest is not needed. എപ്പോഴാണ് അറസ്റ്റ് വേണ്ടാത്തത്? If arrest isn't needed under section 1, police must give a notice to the person to appear before them or at a specified time. അതായത് അറസ്റ്റിന്റെ ആവശ്യമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് എന്താ ചെയ്യേണ്ടത്?
ബൈ സെക്ഷൻ ആണ്. ഈ പറഞ്ഞ പ്രതി ഒരു കൊഗ്നീസബിൾ ഒഫൻസ് അല്ല ചെയ്തത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതിനെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഒന്നും അല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും പോലീസ് പകരം ചെയ്യുന്നത്? ഒരു നോട്ടീസ് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിലോ എവിടെയാണ് ഹാജരാവേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 3 പറയുന്നത്. നൗ സെക്ഷൻ 4 ഡ്യൂട്ടി ടു ഫോളോ നോട്ടീസ് ആണ് പറയുന്നത്. ദ പേഴ്സൺ മസ്റ്റ് ഫോളോ ദ നോട്ടീസ് ഇൻസ്ട്രക്ഷൻ. ആ നോട്ടീസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത്, എത്രാം തീയതി എവിടെ എത്തണം എന്നാണോ പറഞ്ഞിട്ടുള്ളത്, അത് ആര് ഫോളോ ചെയ്തിരിക്കണം? ആ നോട്ടീസ് കിട്ടിയ ആള് അത് ഫോളോ ചെയ്തിരിക്കണം. അതാണ് സെക്ഷൻ 4 പറയുന്നത്. സെക്ഷൻ 5 എന്താ പറയുന്നത്? ഇഫ് ദ പേഴ്സൺ ഒബേസ് ദ നോട്ടീസ്, if the person appears as told, they should not be arrested for that offense unless the officer records reasons why arrest is necessary. അതായത് ആ ഒരു പേഴ്സൺ നോട്ടീസിൽ പറഞ്ഞ അനുസരിച്ചിട്ട് അപ്പിയർ ചെയ്യുകയാണ്, കോർട്ടിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിലോ അപ്പിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അൺലെസ് എന്ത് ചെയ്തിരിക്കണം? ആ ഓഫീസർ റീസൺസ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇന്ന റീസൺ കൊണ്ടാണ് ഇവിടെ അറസ്റ്റ് നെസസറി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് എഴുതി റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് സെക്ഷൻ 5. നൗ സെക്ഷൻ 6 പറയുന്നത് ഇഫ് ദ പേഴ്സൺ ഡിസൊബേസ് ദ നോട്ടീസ്, മറ്റേത് ഒബേ ചെയ്തു റീസൺ ഉണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഡിസൊബേ ചെയ്താലോ? ഇഫ് ദ പേഴ്സൺ ഡസ് നോട്ട് ഫോളോ ദി നോട്ടീസ് ഓർ റെഫ്യൂസ് ടു ഐഡന്റിഫൈ ദംസെൽസ്, ദ പോലീസ് ക്യാൻ അറസ്റ്റ് ദം ഫോളോയിങ് കോർട്ട് ഓർഡേഴ്സ് ഇഫ് ആപ്ലിക്കബിൾ. അതായത് നോട്ടീസ് കൊടുത്തിട്ടും ഹാജരായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ആൻഡ് ഇഫ് വാറന്റ് വേണ്ട കേസ് ആണെങ്കിൽ വിത്ത് വാറന്റ് പോയി കൊണ്ടുവരേണ്ടതായിരിക്കും. സെക്ഷൻ 7 എന്താ പറയുന്നത്? സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ എൽഡർലി ഓർ ഇൻഫോം. അതായത് മുതിർന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആണ് സെക്ഷൻ 7 പറയുന്നത്. നോ അറസ്റ്റ് വിത്തൗട്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് അപ്രൂവ്ഡ് ഇഫ് the offense is punishable with less than 3 years imprisonment and the person is infirm or above 60 years old. അപ്പം എന്താണ്? ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അപ്രൂവൽ വേണം. എപ്പോഴാണ്? ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഒഫൻസ് ലെസ് ദാൻ 3 years ഇംപ്രിസൺമെന്റ് ആണ്, 3 വർഷത്തിൽ കുറവാണ് കിട്ടുന്ന ശിക്ഷ എന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓൾഡ് പേഴ്സൺ, ഒന്നെങ്കിൽ ആ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി ഒരു ഓൾഡ് പേഴ്സൺ, അത് 60 വയസ്സിന് മേളിലോ, അല്ലെങ്കിൽ ഇൻഫോം ഉദ്ദേശിക്കുന്ന ഈ ഓൾഡ് പേഴ്സണെ തന്നെയാണ്. തീരെ ശക്തിയോ ബലമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ആൾക്കാരുള്ളത് ഓൾഡ് പേഴ്സൺസ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഇത് വേണം. നോ അറസ്റ്റ് വിത്തൗട്ട് ആരുടെ അപ്രൂവൽ? ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എന്നാണ് പറയുന്നത്. അത് സെക്ഷൻ 7 പറയുന്നത്. അപ്പം ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ എന്താ? പോലീസ് ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് എ വാറന്റ് ഇൻ സീരിയസ് കേസസ് ഓർ ഇഫ് certain urgent conditions are met. ആ ഒരു urgent കണ്ടീഷനോ അല്ലെങ്കിൽ സീരിയസ് കേസസിലോ ആണെന്നുണ്ടെങ്കിൽ പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ മൈനർ കേസസ് ആണെങ്കിൽ ദേ നീഡ് എ മജിസ്ട്രേറ്റ്സ് ഓർഡർ. ഒരു മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ മൈനർ കേസസിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓഫൺ പോലീസ് മസ്റ്റ് ഫസ്റ്റ് സെൻഡ് എ നോട്ടീസ് ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ്. ഈ ചെറിയ കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യം ഒരു നോട്ടീസ് അയക്കണം അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. Elderly or infirm persons have extra protection from arrest in minor cases ആണെന്നുണ്ടെങ്കിൽ. Then reasons for arrest or not arresting എന്ത് ചെയ്തിരിക്കണം? റൈറ്റ് ഡൗൺ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് സെക്ഷൻ 35. നൗ നെക്സ്റ്റ് ആണ് സെക്ഷൻ 36. അതിലെന്താ പറയുന്നത്? പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. അറസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറും അതുപോലെ തന്നെ ആ ഓഫീസർ ഉണ്ടാവില്ല, അറസ്റ്റ് ചെയ്യുന്ന ഓഫീസർ, ആ ഓഫീസറിന്റെ ഡ്യൂട്ടീസും ആണ് പറയുന്നത്. Whenever a police officer arrests someone, they must wear a name tag. നെയിം ടാഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കണ്ടിട്ടുണ്ട്, പോലീസിന്റെ യൂണിഫോമിൽ അവരുടെ പേര് എഴുതിയിട്ടുള്ള ഒരു ടാഗ് ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോ അറസ്റ്റ് ചെയ്യാൻ പോയാലും എന്തുണ്ടാവണം? ആ പോലീസിന്റെ നെയിം ടാഗ് അയാൾ ധരിച്ചിട്ടുണ്ടാവണം. The officer's name should be clearly visible so they can be easily identified. ഓഫീസറിന്റെ പേര് എന്താണ്? ക്ലിയർലി വിസിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഇത് വേറെ നെയിം ടാഗ്. സെക്കൻഡ് വൺ, പ്രിപ്പയർ ആൻ അറസ്റ്റ് മെമ്മോ. ഒരു അറസ്റ്റ് മെമ്മോ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കണം അറസ്റ്റ് ചെയ്യാനായിട്ട് പോകേണ്ടത്. റിട്ടൺ റെക്കോർഡ് ഓഫ് ദി അറസ്റ്റ് മസ്റ്റ് ബി മെയ്ഡ്. ദിസ് മെമ്മോ ഷുഡ് ബി സൈൻഡ് എന്ന് വെച്ചാൽ എന്താ? അറ്റസ്റ്റഡ് എന്നാണ്.
by at least one witness, ideally a family member of the arrested person, or if that's not possible, a respected person from the area where the arrest happened. അതായത് നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആരോടും മിണ്ടാണ്ടേയും പറയാണ്ട് അങ്ങനെയല്ല പോകുന്നത്. ഏതെങ്കിലും ഒരു വിറ്റ്നസിനെ കൊണ്ട് ഈ അറസ്റ്റ് മെമ്മോയില് എന്ത് ചെയ്യിപ്പിക്കണം, സൈൻ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു റിട്ടേൺ റെക്കോർഡ് ഉണ്ട്, അതിനെയാണ് ഈ സൈൻ ചെയ്തതിനാണ് നമ്മൾ അറസ്റ്റ് മെമ്മോ എന്ന് പറയുന്നത്. അപ്പം ഈ റിട്ടേൺ റെക്കോർഡ് അതിനകത്ത് റീസൺസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള റീസൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് ഏതെങ്കിലും ഒരു വിറ്റ്നസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് പറയുന്നത് ഒരു ഫാമിലി മെമ്പർ ആണ്. ആൻഡ് ഇൻ കേസ് ഫാമിലി മെമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഏരിയയിൽ അത്യാവശ്യം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, അതായത് അത്യാവശ്യം അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരാളെ കൊണ്ട് വേണം അത് സൈൻ ചെയ്യിപ്പിക്കാനായിട്ട്. ആൻഡ് അത് പിന്നെ എന്ത് ചെയ്യണം, ബി സൈൻഡ്, അതായത് കൗണ്ടർ സൈൻഡ് ബൈ ദി അറസ്റ്റഡ് പേഴ്സൺ. അതിനുശേഷം ആരെയാണോ അറസ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയും ഈ പറഞ്ഞ ആ ഒരു അറസ്റ്റ് മെമ്മോയില് സൈൻ ചെയ്തിരിക്കണം. ആദ്യം വിറ്റ്നസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അതിനുശേഷം ആരെ കൊണ്ട് കൗണ്ടർ സൈൻ ചെയ്യിപ്പിക്കണം, അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിനെ കൊണ്ടും, ആരാണോ അറസ്റ്റഡ് പേഴ്സൺ അയാളെ കൊണ്ടും ചെയ്തിരിക്കണം. മൂന്നാമത്തത്, ഇൻഫോം ദി അറസ്റ്റഡ് പേഴ്സൺ ഓഫ് ദെയർ റൈറ്റ്സ്. അതായത് നമുക്ക് അപ്പം ആ ഒരു വ്യക്തിക്ക്, ഒരു സാധാരണക്കാരനായിരിക്കും, അപ്പൊ അയാൾക്ക് അയാളുടെ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അറസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഇങ്ങനെയുള്ള റൈറ്റുകൾ ഉണ്ട് എന്നുള്ളത്. If the witness is not a family member, the officer must tell the arrested person that they have the right to get a relative, friend or any other person they choose informed about the arrest. അപ്പൊ എന്താണ് അവരുടെ റൈറ്റ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ പറഞ്ഞ വിറ്റ്നസ് ഒരു ഫാമിലി മെമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് എന്തുണ്ട്, അയാളുടെ ഫാമിലി മെമ്പറിനെ അറിയിക്കാനുള്ള അവകാശമുണ്ട്. സോ ദാറ്റ് അവർക്ക് ഈ ലോയേഴ്സിനൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ടാണ് ഓഫീസർ എന്ത് ചെയ്യണം, അറസ്റ്റഡ് പേഴ്സണോട് പറഞ്ഞു കൊടുക്കണം, ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിന് ഈ അറസ്റ്റിന്റെ കാര്യം അറിയിക്കാൻ ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് മൂന്നാമത്തത്. അപ്പൊ ഇൻ ഷോർട്ട് എന്തൊക്കെ ചെയ്തിരിക്കണം, നെയിം ടാഗ് ഉണ്ടാകണം, അതും വിസിബിൾ ആകുന്ന ഒരു നെയിം ടാഗ് വെയർ ചെയ്യണം, അറസ്റ്റ് മെമ്മോ പ്രിപ്പയർ ചെയ്യണം, മെയ്ഡ് ആൻഡ് സൈൻഡ് ബൈ ദ വിറ്റ്നസ് പ്ലസ് ആരാണ്, അറസ്റ്റഡ് പേഴ്സൺ. ദെൻ റൈറ്റ് ടു ഇൻഫോം സംവൺ about the arrest if no family member witnessed it. ഒരു ഫാമിലി മെമ്പറും അടുത്തില്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഫാമിലി മെമ്പറിനെ അറിയിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത്രയാണ് അറസ്റ്റഡ് പേഴ്സൺസിന്റെ റൈറ്റും അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് റൈറ്റും ഓഫീസറിന്റെ ഡ്യൂട്ടി. അപ്പൊ അത് ആരുടെ റൈറ്റ് ആണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ റൈറ്റും ഓഫീസറിന്റെ ഡ്യൂട്ടിയുമാണ്. നെക്സ്റ്റ് ആണ് സെക്ഷൻ 37, ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ. ആരാണ് ഒരു ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മസ്റ്റ് സെറ്റ് അപ്പ് കൺട്രോൾ റൂം. അല്ല, നമ്മൾ മൂവീസിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്, കൺട്രോൾ റൂമിലേക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കണം, എല്ലാ ഡിസ്ട്രിക്റ്റിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും ഓരോ കൺട്രോൾ റൂം വെച്ച് വേണം. ഓക്കെ, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു കൺട്രോൾ റൂമും ഓരോ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ഓരോ കൺട്രോൾ റൂമും വേണം. ആരിത് appoint responsible officers in each district and police station. A police officer rank assistant to sub inspector or higher must be in charge or keeping records about. ഇനി ഓരോ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലും എന്തുണ്ടാവണം, ഒരു പോലീസ് ഓഫീസർ ഉണ്ടാകണം. അവരുടെ റാങ്ക് ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അതില് മേലെയുള്ള റാങ്കിലുള്ള ഒരു ഓഫീസർ ആയിരിക്കണം. അവിടുത്തെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. അവിടുത്തെ SHO ആയിട്ട് നിൽക്കേണ്ടത് ഈ പറഞ്ഞ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന് ഒന്നെങ്കിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അതിന് മേലെ റാങ്ക് ഉള്ള ഒരു ഓഫീസർ ആയിരിക്കണം ഈ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. ഇനി നെയിം ആൻഡ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ എന്ത് റെക്കോർഡ്സ് ആണ് ഇവർ കീപ്പ് ചെയ്യുന്നത്? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് അറസ്റ്റഡ് പേഴ്സൺ. ആ പോലീസ് സ്റ്റേഷനിൽ, അവരുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ നെയിം, അഡ്രസ് ഒക്കെ ആ റെക്കോർഡിൽ അവർ കീപ്പ് ചെയ്യണം. ദെൻ ദി ഒഫൻസ് ദേ ആർ ചാർജ്ഡ് വിത്ത്, എന്ത് കുറ്റത്തിനാണ് ഇവർ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതും അതിൽ എഴുതിയിട്ടുണ്ടാകണം. ദിസ് ഇൻഫർമേഷൻ മസ്റ്റ് ബി പബ്ലിക്കലി ഡിസ്പ്ലേഡ് എയ്തർ ഓൺ നോട്ടീസ് ബോർഡ് ഓർ ഡിജിറ്റലി ഇൻ എവറി പോലീസ് സ്റ്റേഷൻ ആൻഡ് അറ്റ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പബ്ലിക്കലി ഡിസ്പ്ലേ ചെയ്യുകയും വേണം. ഒന്നെങ്കിൽ നോട്ടീസ് ബോർഡിലോ, നമ്മൾ അണ്ണൻ തമ്പി മൂവിയില് അല്ലെങ്കിൽ ചോട്ടാ മുംബൈയിലൊക്കെ എന്താണ് അവരുടെ ഒരു നോട്ടീസ് ബോർഡിൽ ഓരോരുത്തരുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചു വെക്കില്ല, അതുപോലെ ഒരു പേപ്പറിനകത്ത് ഇവരുടെ പേര്, മൂവീസിലാണ് തോന്നുന്നു ഫോട്ടോസ് കാണിക്കുന്നത്, റിയലിൽ എന്താണ് വേണ്ടത്, അവരുടെ പേര്, അഡ്രസ്, അവർ ചെയ്ത ഒഫൻസ്. അപ്പൊ ഇതൊക്കെ നോട്ടീസ് ബോർഡിൽ അല്ലെങ്കിൽ ഡിജിറ്റലി
എൻറ്റർ ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം, പബ്ലിക്കലി ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ തന്നെ എവിടെയൊക്കെ വേണം അത് എല്ലാ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലും ഇതുണ്ടായിരിക്കണം. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ എന്താണ്, എവറി ഡിസ്ട്രിക്ട് മസ്റ്റ് ഹാവ് എ പോലീസ് കൺട്രോൾ റൂം. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു പോലീസ് കൺട്രോൾ റൂം വേണം. ആൻഡ് ദർ മസ്റ്റ് ബി ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് കീപ്പിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് അറസ്റ്റ് ഡീറ്റെയിൽസ് ഫോർ പബ്ലിക് അവയർനെസ്. പബ്ലിക്കിന് ഇന്ന ആൾക്കാർ ഇന്ന കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറ്റവാളികളാണ് എന്നുള്ളത് പബ്ലിക്കിന് അവെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അറസ്റ്റും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അത്രയാണത്. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 38. റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് an advocate of his choice during interrogation. അതായത് ആ അറസ്റ്റ് ചെയ്ത ആളുടെ മറ്റൊരു റൈറ്റ് ആണ് എന്ത്, അയാൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അയാളുടെ ചോയ്സിന് ഉള്ളൊരു അഡ്വക്കേറ്റിന് ഇന്ററോഗേഷന്റെ സമയത്ത് ഇന്ററോഗേഷൻ എന്താ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മീറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ മൂവീസിൽ കണ്ടിട്ടുണ്ട്. എന്താ, ഇല്ല ഞാൻ എന്റെ ലോയർ വരാണ്ട് എന്റെ അഡ്വക്കേറ്റ് വന്നിട്ട് ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ നിൽക്കുന്നത്. സോ അതൊക്കെ അവരുടെ ഒരു റൈറ്റ് ആണ്. അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതൊക്കെ ഈ പറഞ്ഞ ആൾക്കാരുടെ അറസ്റ്റഡ് പേഴ്സന്റെ ഒരു റൈറ്റ് ആണ്. If a person is arrested and questioned by the police, they have the right to meet a lawyer of their choice during the questioning. ആ questioning സമയത്ത് അവർക്ക് അവരുടെ ചോയ്സിനുള്ള ലോയറിനെ മീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഈ അറസ്റ്റഡ് പേഴ്സൺസിന് ഉണ്ട്. However, the lawyer does not have to be present for the entire interrogation, only at certain times allowed by the rules. എന്ന് പറഞ്ഞിട്ട് ഇന്ററോഗേഷൻ നടക്കുന്ന അത്രയും സമയം ചിലപ്പോൾ ഈ ലോയറിനെ ഇരുത്തണം എന്നില്ല. റൂൾസിൽ കുറച്ച് സമയം സെർട്ടൈൻ ടൈംസ് അലോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ ഈ ലോയറിന് അടുത്തുണ്ടാകാൻ പറ്റുള്ളൂ. അതാണ് സെക്ഷൻ 38 പറയുന്നത്. എന്താണ്, യു ക്യാൻ മീറ്റ് യുവർ അഡ്വക്കേറ്റ് വൈൽ ബീങ് ക്വസ്റ്റ്യൻഡ് ബട്ട് ദേ കാൻ സിറ്റ് ത്രൂ എവറി മിനിറ്റ് ഓഫ് ദി ഇന്ററോഗേഷൻ. ഫുൾ ടൈം ഇരിക്കാൻ പറ്റില്ല. ലോ അലോ ചെയ്ത സെർട്ടൈൻ ടൈം ഉണ്ട്, ആ സമയത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഈ സെക്ഷൻ 39 ആണ്. അറസ്റ്റ് ഓൺ റിഫ്യൂസൽ ടു ഗീവ് നെയിം ആൻഡ് റെസിഡൻസ്. ഓക്കെ, അത് പറയുന്നത് സെക്ഷൻ 39 When arrest is allowed for non-cognizable offenses. If someone commits or is accused of committing, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, നോൺ കോഗ്നൈസബിൾ ഒഫൻസിൽ എന്ത് ചെയ്യാൻ പാടില്ല, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആദ്യം നോട്ടീസ് ഒക്കെ കൊടുത്തിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ നോൺ കോഗ്നൈസബിൾ ഒഫൻസിൽ നമുക്ക് വിത്തൗട്ട് വാറണ്ട് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? If someone commits or is accused of committing a non-cognizable offense in front of a police officer and refuses to give their name and address or give false details, the police can arrest them just to find out their correct identity. അതായത് ഞാൻ ഇപ്പം ഒരു പോലീസ് ഓഫീസറിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു കുഞ്ഞി ഒഫൻസ് ചെയ്യാണ്. ഓക്കെ, നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, വിച്ച് മീൻസ് ചെറിയൊരു ഒഫൻസ് ആണ്, അത്ര സീരിയസ് ഒഫൻസ് ഒന്നല്ല, ചെറിയൊരു ഒഫൻസ് ചെയ്തു, വല്ല മോഷ്ടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയെന്ന് വിചാരിച്ചോ. പെട്ടെന്ന് പോലീസ് വന്നിട്ട് എന്നോട് എന്റെ പേരും അഡ്രസ്സും ചോദിക്കുകയാണ്. അപ്പൊ ഒന്നെങ്കിൽ ഞാനത് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനത് തെറ്റിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സസ്പീഷ്യസ് സാധനത്തിന്റെ മേലിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോലീസ് ഓഫീസറിന് എന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ കറക്റ്റ് ഐഡന്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ നോൺ കോഗ്നൈസബിൾ ഒഫൻസിന്റെ കേസിൽ ഈ പറഞ്ഞ നെയിം ആൻഡ് അഡ്രസ്സിൽ ഒരു കൺഫ്യൂഷൻ വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കറക്റ്റ് നെയിം ആൻഡ് അഡ്രസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. റിലീസ് ആഫ്റ്റർ ഐഡന്റിറ്റി ഈസ് കൺഫേംഡ്. ആൻഡ് എന്ത് ചെയ്തിരിക്കണം, ഇയാളുടെ ഐഡന്റിറ്റി മനസ്സിലായി, ആള് കുഴപ്പക്കാരനൊന്നും അല്ല, അല്ലെങ്കിൽ ഓക്കെ അത്ര സീരിയസ് ആയിട്ട് ഒഫൻസ് അല്ലല്ലോ, അപ്പം ഐഡന്റിറ്റി മനസ്സിലാക്കി കഴിഞ്ഞ ഇയാൾ എന്ത് ചെയ്യണം, തിരിച്ചു പറഞ്ഞു വിടണം. വൺസ് ദ കറക്റ്റ് നെയിം ആൻഡ് അഡ്രസ് ആർ നോൺ, the person must be released after signing a bond or bail bond promising to appear before a magistrate if required. അതായത് ഒരു ബെയില് നമ്മൾ കൊടുക്കൂലെ, ജാമ്യം കൊടുക്കാൻ നേരം ഒരാള് സാക്ഷിയായിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ ബോണ്ടോ, ഒന്നെങ്കിൽ ബെയിൽ അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് അല്ലെങ്കിൽ വെറും ബോണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ആളെ പറഞ്ഞു വിടാനായിട്ട് പറ്റും. എന്ത് കണ്ടീഷനിലായിരിക്കും വിടുന്നത്? മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എപ്പോ വിളിച്ചാലും വന്ന് ഹാജരായിക്കോണം. അതൊക്കെ നമ്മൾ മൂവീസിൽ കാണാറുള്ള, ഇവർ ഒപ്പിടാൻ വരുമ്പോ പറയാം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എപ്പോ വന്നാലും ഹാജരായിക്കോണം എന്നൊക്കെ പറയുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്. കറക്റ്റ് പേരൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബോണ്ടിലോ ബെയിൽ ബോണ്ടിന്റെ പുറത്ത് ഇവരെ പറഞ്ഞു വിടാനായിട്ട് പറ്റും. If the person does not live in India, the bond must be backed by a survey who lives in
സോറി ബൈ എ ഷോറിറ്റി ഹു ലിവ്സ് ഇൻ ഇന്ത്യ. ഇനി ഇൻ കേസ് ഈ ഒരു പേഴ്സൺ, ആ അറസ്റ്റ് ചെയ്യപ്പെട്ട പേഴ്സൺ ഇന്ത്യയിലല്ല താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ആ ബോണ്ടിന് ആരാണ് ഷോറിറ്റി ആയിട്ട് നിൽക്കേണ്ടത്? ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാള് ഷോറിറ്റി ആയിട്ട് നിന്നാലേ അയാൾക്ക് ആ ബോണ്ട് കൊടുക്കുള്ളൂ. ഇഫ് ഐഡന്റിറ്റി ഈസ് നോട്ട് ഫൗണ്ട് ഓർ ബോണ്ട് ഇസ് നോട്ട് ഗിവൻ, ഐഡന്റിറ്റി നമ്മൾ കണ്ടുപിടിച്ചില്ല അല്ലെങ്കിൽ ബോണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ജാമ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? If the correct name and address cannot be found within 24 hours of arrest, or the person refuses to sign the bond or provide surety, they must be taken immediately to the nearest magistrate. അതായത് ഇയാളുടെ ശരിക്കുള്ള പേരോ അഡ്രസ്സോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഇയാൾ പറയുന്നേ ഇല്ല ഇയാളുടെ പേരും അഡ്രസ്സും, വിത്തിൻ 24 hours 24 മണിക്കൂറിനുള്ളിൽ അത് കണ്ടുപിടിക്കാൻ പറ്റണില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇയാള് ബോണ്ട് സൈൻ ചെയ്യാൻ റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ ഷ്യോറിറ്റി നിൽക്കാൻ ഒരാളെ തരുന്നില്ല, ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് അറിയാവുന്ന ഒരാളെ ഷ്യോറിറ്റി ആയിട്ട് നിർത്താൻ സമ്മതിക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇയാളെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. ഇൻ ഷോർട്ട് അപ്പൊ പറയുകയാണെങ്കിൽ എന്താ? ഇഫ് യു കമ്മിറ്റ് a non-cognizable offense and refuse to share your real identity, the police can arrest you just to confirm it. Once confirmed, you are released on bond unless you fail to prove your identity or give surety, in which case you are sent to the magistrate. Okay, non-cognizable offense correct identity കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് ഇൻ കേസ് കറക്റ്റ് ഐഡന്റിറ്റി പിടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു ഷോറിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 40, അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ളത് ഒരു പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഒരു പ്രൈവറ്റ് പേഴ്സൺ ഇതുപോലെ, അതായത് ഒരു സാധാരണക്കാരന് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു പ്രതിനെയോ അല്ലെങ്കിൽ ഒരു അക്യൂസ്ഡ് ആളെയോ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? then a private person can arrest. എപ്പോഴാണ് ഒരു പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? Any ordinary citizen can arrest or help arrest someone if they commit a non-bailable and cognizable offense in the person's presence or they are proclaimed offender. അതായത് ഒരു ഓർഡിനറി സിറ്റിസന് എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നാ പറയുന്നത്? ഒന്നെങ്കിൽ ഇപ്പം ഞാനൊരു സാധാരണക്കാരനാണ്, എന്റെ മുന്നിൽ നിന്ന് ഒരാള് ഒരു നോൺ ബെയിലബിൾ ആൻഡ് കൊഗ്നീസബിൾ ഒഫൻസ് ചെയ്യുകയാണ്. നോൺ ബെയിലബിൾ എന്ന് വെച്ചാൽ എന്താ? ജാമ്യം കിട്ടാത്ത ഒരു ഒഫൻസ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊഗ്നീസബിൾ ഒഫൻസ് എന്ന് വെച്ചാൽ വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത്, നോൺ ബെയിലബിൾ ആൻഡ് കൊഗ്നീസബിൾ ഒഫൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസിനെയാണ് നമ്മൾ നോൺ ബെയിലബിൾ ആൻഡ് കൊഗ്നീസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസ്. അപ്പൊ എന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാനോ പറ്റുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അയാൾ ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആണ്, അതായത് വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് എന്താ നോട്ടീസൊക്കെ ഇറക്കില്ലേ, അങ്ങനെ, അല്ലെങ്കിൽ ബൈ ലോ ഇയാള് കുറ്റവാളിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പെട്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അയാൾ എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആഫ്റ്റർ അറസ്റ്റിംഗ്, ഇനി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? The person must be handed over to the police without delay and definitely within 6 hours or taken directly to the nearest police station if no police officer is nearby. അപ്പം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തിരിക്കണം? ഈ പ്രതിനെ പോലീസിന്റെ കയ്യിൽ കൊടുക്കണം. എന്തായാലും ഡെഫിനറ്റ്ലി 6 hours മുന്നേ എന്ത് ചെയ്തിരിക്കണം? കൊടുത്തിരിക്കണം. ആൻഡ് ഓൾസോ ഇഫ് അടുത്ത പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇയാളെ കൊണ്ടുപോയി ഹാജരാക്കിയിരിക്കണം. എന്റെ അടുത്ത് പെട്ടെന്ന് ഒരു പോലീസ് ഓഫീസർ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഹാജരാക്കിയിരിക്കണം. Then what police do after taking custody? ഇനി ഈ പറഞ്ഞ പ്രതിനെ ആഫ്റ്റർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞപ്പോ ഒരു പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ആളെ പോലീസിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് എന്തായിരിക്കും ചെയ്യുന്നത്? If the arrested person fits the rules in section 35 clause 1, അതായത് serious offenses where arrest without warrant is allowed, the police will keep them in custody. അതായത് ഇപ്പൊ ഞാനൊരു പ്രൈവറ്റ് പേഴ്സൺ, ഒരു കൊഗ്നീസബിൾ ഒഫൻസ് ചെയ്ത ഒരാള്, അതായത് ഒരു സീരിയസ് ഒഫൻസ് ചെയ്ത ഒരാളെ ഞാൻ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത്
പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കൊഗ്നീസബിൾ ഒഫൻസ് ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യും, അയാളെ പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് പറ്റും. ഇഫ് ഇറ്റ്സ് ഓൺലി എ നോൺ കൊഗ്നീസബിൾ ഒഫൻസ്, ഇനി അതൊരു നോൺ കൊഗ്നീസബിൾ ഒഫൻസ് ആണെങ്കിലോ, if the police believe it's a non-cognizable offense and the person refuses to give their name and address or give false ones, the police will handle them under section 39 ഐഡന്റിറ്റി ചെക്ക് അറസ്റ്റ് റൂൾസ്. അതായത് ഇപ്പം അയാള് നോൺ കൊഗ്നൈസബിൾ ഒഫൻസാ ചെയ്തത്, പക്ഷേ എന്താ ഇയാള് ശരിക്കുള്ള പേരും അഡ്രസ്സും കൊടുക്കാൻ റെഡി അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് സെക്ഷൻ 39 അപ്പം നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്, ഈ പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്തിട്ട് പോലീസിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ടും ഇയാൾ ശരിക്കുള്ളത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെക്ഷൻ 39 അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. Then, if there is no reason to believe they committed any offense, the person must be released immediately. ഇനി അവിടെ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നുമില്ല, ഐ മീൻ തെളിവുകൾ ഒന്നുമില്ല ഇയാൾ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതിൽ, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്ത ആളെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടതാണ്. അപ്പം ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സിറ്റിസൻസ് ക്യാൻ അറസ്റ്റ് സീരിയസ് ഒഫൻഡേഴ്സ് കോട്ട് ഇൻ ദ ആക്ട് ബട്ട് മസ്റ്റ് ഹാൻഡ് ദം ഓവർ ടു ദ പോലീസ് quickly. Police then decide whether to keep them or follow normal non-cognizable offense rules follow ചെയ്യണോ എന്നുള്ളത് പോലീസിന്റെ ഇതാണ്. If there is no case, എന്ത് ചെയ്തിരിക്കണം, the person is released, ആ പേഴ്സണെ റിലീസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഈ സെക്ഷൻ 41 ആണ്, അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്. ഇനി മജിസ്ട്രേറ്റ് എപ്പോഴൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? When an offense happens in front of a magistrate, ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് ഒരു ഒഫൻസ് നടക്കുകയാണ്, ഒരു കുറ്റം നടക്കുകയാണെന്നുണ്ടെങ്കിൽ, if a crime is committed in the presence of a magistrate, അത് എക്സിക്യൂട്ടീവ് ആകാം അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആകാം, within his area of authority, മൂപ്പറുടെ ഏരിയ ഓഫ് അതോറിറ്റി ഉണ്ടല്ലോ, ഓരോ ജുറിസ്ഡിക്ഷൻ ഉണ്ടല്ലോ, ആ ജുറിസ്ഡിക്ഷനിൽ നിന്നിട്ട് മൂപ്പറുടെ പ്രസൻസിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? The magistrate can arrest the offender himself or order someone else to arrest them. ഒന്നെങ്കിൽ ഇയാൾക്ക് സ്വന്തമായിട്ട് അറസ്റ്റ് ചെയ്യാം, മജിസ്ട്രേറ്റിന് സ്വന്തമായിട്ട് അറസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഓർഡർ കൊടുക്കാം, ഓക്കെ അയാൾ അറസ്റ്റ് ചെയ്യുന്നുള്ള ഓർഡർ കൊടുക്കാനായിട്ട് പറ്റും. The offender can then be kept in custody following the normal bail rules. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒഫൻഡറിനെ മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റും. ഈ നോർമൽ ബെയിൽ റൂൾസ്, ജാമ്യത്തിന് വിടുന്ന ഒരു റൂൾസ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്തിട്ട് ഇപ്പൊ ഒരു ഷോറിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേരിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നതായിരിക്കും. ഇനി അറസ്റ്റ് വിത്തൗട്ട് എ വാറന്റ് ഇൻ സർട്ടൈൻ കേസസ്, ചില കേസുകളിൽ എന്താണ് വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും മജിസ്ട്രേറ്റിന്. മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ക്യാൻ അറ്റ് എനി ടൈം അറസ്റ്റ് ഓർ ഓർഡർ ദി അറസ്റ്റ് ഓഫ് എനി പേഴ്സൺ. ഏത് സമയത്താണ് അങ്ങനെ മജിസ്ട്രേറ്റിന് വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുന്നത്? If it happens in the magistrate's presence within their jurisdiction, മജിസ്ട്രേറ്റിന്റെ മുന്നില് മൂപ്പറുടെ ജുറിസ്ഡിക്ഷനിൽ ഉള്ള സ്ഥലത്ത് എന്ത് നടക്കുന്നു, എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു ഒഫൻസ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനെ അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാൻ പറ്റും. If the magistrate has the legal power to issue a warrant for that person's arrest in that situation, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, വാറന്റ് കൊടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു അയാൾ ചെയ്ത ഒഫൻസിന് വാറന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒഫൻസ് അയാൾ ചെയ്തതെന്നുണ്ടെങ്കിലും മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ അയാൾ അറസ്റ്റ് ചെയ്യൂ എന്നുള്ളത് ഓർഡർ ഇറക്കാൻ പറ്റും. ഇൻ ഷോർട്ട്, magistrates can directly arrest or order an arrest if a crime happens in front of them in their jurisdiction, or if they have the authority to issue a warrant for that person in those circumstances. അതാണ് മജിസ്ട്രേറ്റിന്റെയും പറയുന്നത്. Next is section 42, protection of members of armed forces from arrest. armed forces എന്ന് പറയുമ്പോൾ ഈ ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. അത് പറഞ്ഞ സെക്ഷൻ 42 members of the armed forces of the union cannot be arrested for actions they did while carrying out official duties. അതായത് അവർ ഒഫീഷ്യൽ ഡ്യൂട്ടി, അവരവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തു, അവരെന്തെങ്കിലും ഒഫൻസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് അത് നടന്നത്, ഒഫീഷ്യൽ ഡ്യൂട്ടി ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്താണ്
അത് ചെയ്ത് ആ ഒരു ആക്ഷൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കനോട്ട് ബി അറസ്റ്റഡ് ഫോർ ആക്ഷൻസ് ദേ ഡിഡ് while carrying out official duties. Okay, that is the first protection. Second one, to arrest them, the police must first get permission from the central government. Okay, ഈ ആംഡ് ഫോഴ്സസ്, യൂണിയന്റെ ആംഡ് ഫോഴ്സസ് ആണ് ആർമി, നേവി, എയർഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. എന്നാലേ പോലീസിന് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെയാണ് അവർക്കുള്ള പ്രൊട്ടക്ഷൻ. ഇനി പോലീസിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ്? എക്സ്റ്റൻഷൻ ടു സ്റ്റേറ്റ് ഫോഴ്സസ് എന്തൊക്കെയാണ്? The state government can issue a notification saying that the same protection will also apply to certain state forces responsible for maintaining public order. സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പറ്റും? നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റും. ഓക്കെ, ഈ സെയിം പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുമുണ്ട്. അതായത് നിങ്ങളെയും ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ആർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ ആർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇഫ് ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലീസിനും അത് ആപ്ലിക്കബിൾ ആണ്. ഇൻ സച്ച് കേസസ് ഇൻസ്റ്റെഡ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് കൺസെന്റ്, അവിടെ ഏത് ഗവൺമെന്റിന്റെ കൺസെന്റ് വേണ്ടി വരിക? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർമിഷൻ ആയിരിക്കും വേണ്ടി വരിക. വിൽ ബി റിക്വയർഡ് ബിഫോർ അറസ്റ്റ്. ഓക്കെ, ആംഡ് ഫോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും, ആംഡ് പോലീസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പെർമിഷൻ വേണം. അപ്പം ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആംഡ് ഫോഴ്സസ് cannot be arrested for official duties act without central government approval. ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ് ഫോഴ്സസിന്റെ കാര്യം വരികയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ cannot be arrested for official duty act without state government's approval. This provision basically gives legal protection to security forces for actions done during duty, so they are not harassed with arrests without government clearance. Now next is സെക്ഷൻ 43 ആണ്. ഹൗ അറസ്റ്റ് ഇസ് മെയ്ഡ്. ഓക്കെ, എങ്ങനെയാണ് ഈ അറസ്റ്റ് നടത്തുന്നത്? ഹൗ അറസ്റ്റ് ഇസ് മെയ്ഡ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോർമലി ദി പോലീസ് ഓർ എനിവൺ മേക്കിംഗ് ദ അറസ്റ്റ് മസ്റ്റ് ടച്ച് ഓർ കൺഫൈൻ ദ പേഴ്സൺസ് ബോഡി ടു ഷോ കസ്റ്റഡി. അല്ലെങ്കിൽ അല്ലെ, ഒരാളെ നമ്മൾ എങ്ങനെ അറസ്റ്റ് ചെയ്യണം? ഒന്നെങ്കിൽ അയാളുടെ ബോഡിയിൽ ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ പിടിച്ചിട്ടാണ് ഇതാക്കുന്നൊക്കെ നിങ്ങൾ യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ബട്ട് if the person voluntarily submits by words or action, no physical touch is needed. പക്ഷേ അയാൾ ഇങ്ങോട്ട് വരാണ്, അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ കീഴടങ്ങി, വോളണ്ടറിലി അയാളെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫിസിക്കൽ ടച്ചിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ റൂൾ ഫോർ വുമണിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ദാറ്റ് എ വുമൺ വിൽ സബ്മിറ്റ് ഇഫ് ടോൾഡ് ഷീ ഈസ് അണ്ടർ അറസ്റ്റ്. ഓക്കെ, ഇവിടെ ലോ പ്രിസ്യൂം ചെയ്യുന്നത് എന്താണ്? നമ്മൾ പൊതുവെ ഒരു പെണ്ണിനോട് പോയിട്ട് പറയണം യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ സബ്മിറ്റ് ചെയ്യും, സെൽഫ് സബ്മിറ്റ് ചെയ്യും എന്നാണ് ലോ പ്രിസ്യൂം ചെയ്യുന്നത്. ഓക്കെ, മെയിൽ ഓഫീസർ ഷുഡ് നോട്ട് ടച്ച് എ വുമൻ അൺലെസ് ഇറ്റ്സ് അൺഅവോയ്ഡബിൾ. അതായത് അത്രയും അൺഅവോയ്ഡബിൾ ആണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഒരു മെയിൽ ഓഫീസറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വുമനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഐഡിയലി എ ഫീമെയിൽ പോലീസ് ഓഫീസർ ഷുഡ് മേക്ക് ദി അറസ്റ്റ്. അപ്പം ഏറ്റവും സ്യൂട്ടബിൾ ആരാണ്? ഒരു ഫീമെയിൽ പോലീസ് ഓഫീസർ ആയിരിക്കണം ആ ഒരു അറസ്റ്റ് നടത്തേണ്ടത് വുമൻസിന്റെ കേസിൽ. ഇനി റെസിസ്റ്റൻസ് ഓർ എസ്കേപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇഫ് ദ പേഴ്സൺ റെസിസ്റ്റസ് ഓർ ട്രൈസ് ടു എസ്കേപ്പ് ദ പോലീസ് ക്യാൻ യൂസ് നെസസറി ഫോഴ്സ് ടു അറസ്റ്റ് ദം. ഓക്കെ, ഇപ്പം അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഓടിപ്പോവാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം ഫോഴ്സ് വേണോ അത് എന്താ പറയാ ഇട്ടാ മതി. എന്ന് വെച്ചാൽ ഓടിപ്പോവാൻ നോക്കുന്ന പറഞ്ഞ് പെട്ടെന്ന് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാ എന്നല്ല, ഓടിപ്പോയി പിടിച്ചു കെട്ടാൻ നോക്കണം, അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. എത്ര ഇത് ആവശ്യമുണ്ടോ, എത്ര ഫോഴ്സ് കൊടുക്കണോ അതനുസരിച്ച് റീസണബിൾ ആയിട്ട് അല്ലെങ്കിൽ നെസസറി ഫോഴ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ആ റെസിസ്റ്റൻസ് എസ്കേപ്പ് തടയാൻ വേണ്ടിയിട്ട്. നൗ യൂസ് ഓഫ് ഹാൻഡ് കഫ്സ് എപ്പോഴാണ്? ഹാൻഡ് കഫ്സ് മേ ബി യൂസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സീരിയസ്നെസ് ഓഫ് ദ ക്രൈം. അവര് ചെയ്ത ക്രൈമിന്റെ സീരിയസ്നെസ് അനുസരിച്ചിട്ടാണ് ഹാൻഡ് കഫ്സ് യൂസ് ചെയ്യുന്നത്. ദേ ക്യാൻ ബി അപ്ലൈഡ് ടു ആർക്കൊക്കെയാണ്? ഹാബിച്വൽ ഓർ റിപ്പീറ്റ് അഫൻഡേഴ്സ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു കുറ്റിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഹാൻഡ് കഫ്സ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എസ്കേപ്പീസ് ഫ്രം കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോവും എന്ന് നമുക്ക് ഉറപ്പുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കും ഈ പറഞ്ഞ ഹാൻഡ് കഫ്സ് കൊടുക്കാം. ഓൾസോ people accused of serious crimes like organized crime, terrorism,
drug offenses, illegal arms possession, murder, rape, acid attack, counterfeiting, human trafficking, child sexual offenses or crimes against the state. അതായത് സീരിയസ് ഒഫൻസ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിലും അയാളെ ഹാൻഡ് കഫ് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ റേപ്പ് ചെയ്യുക, മർഡർ ചെയ്യുക, ആസിഡ് അറ്റാക്ക്, അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, തട്ടിക്കൊണ്ടുപോകുക, അങ്ങനത്തെ കേസുകളില്ലേ, അതിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ഹാൻഡ് കഫ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. Now, use of deadly force. People cannot kill a person. Sorry, police cannot kill a person while arresting them unless the offense is one punishable by death or life imprisonment. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ അറസ്റ്റ് ചെയ്യുന്ന ആളെ കൊല്ലാനായിട്ട് പറ്റില്ല ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അൺലെസ് അയാൾ അയാൾ ചെയ്ത തെറ്റ് കുറ്റം എന്ന് പറയുന്നത് പണിഷബിൾ വിത്ത് ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്താലോ അല്ലെങ്കിൽ ആ സമയത്ത് മരണപ്പെട്ടാലോ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡെഡ്ലി ഫോഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം അറസ്റ്റ് ഓഫ് വുമന്റെ കേസാണ് അടുത്ത് പറയുന്നത്. അതിന്റെ ജനറൽ റൂൾ എന്താ? നോ വുമൻ ഷുഡ് ബി അറസ്റ്റഡ് ആഫ്റ്റർ സൺസെറ്റ് ഓർ ബിഫോർ സൺറൈസ്. സൺസെറ്റിന് ശേഷമോ അല്ലെങ്കിൽ സൺറൈസിന് മുന്നെയോ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വുമനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിനൊരു എക്സെപ്ഷൻ പറയുന്നത്, if it is unavoidable, a woman police officer must write a report and get prior permission from a first class magistrate. And in case അതൊരു അൺഅവോയ്ഡബിൾ ആണ്, ദാറ്റ് ഇന്നിപ്പോ രാത്രി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവര് എസ്കേപ്പ് ചെയ്ത് പോകും, അങ്ങനെയൊക്കെ ഒരു അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വുമൻ പോലീസ് ഓഫീസറിന്റെ റിപ്പോർട്ട് വേണം, റിട്ടേൺ റിപ്പോർട്ട് വേണം. ആൻഡ് ഓൾസോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ പ്രയർ പെർമിഷനോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും രാത്രി. അപ്പം ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അറസ്റ്റ് യൂഷ്വലി റിക്വയർ ഫിസിക്കൽ കസ്റ്റഡി ബട്ട് വുമൻ ആർ ട്രീറ്റഡ് വിത്ത് സ്പെഷ്യൽ സേഫ് ഗാർഡ്സ്. Then police can use force or handcuffs only as necessary, especially in serious crimes. Then deadly force is restricted. Also, women cannot be arrested at night without special permission. Next is section 44. Search of place entered by person sought to be arrested. Entry into a place to arrest. If a police officer or anyone with a valid arrest warrant believes the accused is inside a house or place, the person in charge of that house or place must allow entry and help in the search. അതായത് ഇപ്പം ഞാൻ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, എനിക്കറിയാം ഇന്ന വീട്ടിൽ അയാൾ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലിന്റെ ഉടമയുണ്ടല്ലോ അല്ലെങ്കിൽ ആ വീട്ടില് ഇൻചാർജ് ആയിട്ട് നിൽക്കുന്ന ആള് എനിക്ക് പെർമിഷൻ തരണം, വീടിനുള്ളിൽ കയറി അത് സെർച്ച് ചെയ്യാനുള്ള പെർമിഷൻ എനിക്ക് തന്നിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഞാനൊരു വാലിഡ് അറസ്റ്റ് വാറന്റ് ആയിട്ടായിരിക്കും ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്താ നമ്മള് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ അവർ ചോദിക്കുന്നു, ഓക്കെ സെർച്ച് വാറന്റ് ഉണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ല, അവരെന്ത് ചെയ്യണം, അത് ഒബേ ചെയ്യണം എന്നാണ്. ഇനി അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫോഴ്സ്ഡ് എൻട്രി ചെയ്യാൻ പറ്റും. ഫോഴ്സ്ഡ് എൻട്രി ഇഫ് നോട്ട് അലോഡ്, അലോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് എൻട്രി ചെയ്യാൻ പറ്റും. ഇഫ് എൻട്രി ഈസ് റെഫ്യൂസ്ഡ്, ആ ഇൻചാർജ് പറയണം, ഹൗസ് ഇൻചാർജ് പറയണ പറ്റില്ല, നിങ്ങൾ കയറാൻ പറ്റൂല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസർ വിത്ത് എ വാറന്റ് ഉള്ള ആളായിരിക്കണം കേട്ടോ. ഓർ ഇൻ കേസസ് വേർ എ വാറന്റ് കുഡ് ബി ഇഷ്യൂഡ് ബട്ട് ഡിലേ മേ ലെറ്റ് ദ അക്യൂസ്ഡ് എസ്കേപ്പ്. അല്ലെങ്കിൽ വാറന്റ് ഇഷ്യൂ ചെയ്യണം, പക്ഷെ വാറന്റിന് കാത്തു നിന്ന ഈ അക്യൂസ്ഡ് എസ്കേപ്പ് ആകും എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് വാറന്റ് പോകാൻ പറ്റും കേട്ടോ. ക്യാൻ ബ്രേക്ക് ഓപ്പൺ ഡോർസ് ഓർ വിൻഡോസ് ടു എൻറ്റർ. എന്ത് ചെയ്യാം, ഈ പറഞ്ഞ എൻട്രി റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോർസ് ആൻഡ് വിൻഡോസ് തകർത്ത് ഉള്ളിക്കയറാനായിട്ട് പറ്റും. ഫോഴ്സ് എൻട്രിക്ക് പറ്റും ഇൻ കേസ് നോർമൽ എൻട്രി പെർമിഷൻ ഡിനൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ബിഫോർ ഡൂയിങ് ദിസ്, ഇനി ഈ ഫോഴ്സ് എൻട്രി ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം, ദി ഓഫീസർ മസ്റ്റ് അനൗൺസ് ഹിസ് അതോറിറ്റി, ഷോ വാറന്റ് ഓർ പോലീസ് അതോറിറ്റി. അതായത് അയാളുടെ അതോറിറ്റി കാണിച്ചിരിക്കണം, ഓക്കെ ഞാൻ ഇന്ന വാറന്റിന്റെ പുറത്താണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു പോലീസ് ഓഫീസർ ആണ്, ഞാൻ ഇന്ന ആളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക എന്നുള്ളത് അയാളുടെ അതോറിറ്റി കാണിച്ചിരിക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരാളൊന്നും ഒരിക്കലും ആരും വീടിനുള്ളിൽ കയറ്റില്ലല്ലോ. ദെൻ സ്റ്റേറ്റ് ദ പേർപ്പസ്, അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു പേർപ്പസും ആ ഇൻചാർജിനോട് പറഞ്ഞിരിക്കണം. Then demand entry. Only if refused he can break open. Then he should demand entry. ഞാൻ വീട്ടിൽ കയറി എനിക്ക് സെർച്ച് ചെയ്യണം എന്നുള്ളത് ഡിമാൻഡ് ചെയ്യണം. അത് റെഫ്യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ
ഫോഴ്സ് എൻട്രിക്ക് ചാൻസ് ഉള്ളൂ. ഇനി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ വുമൺ എന്താണ്? If the room or apartment is occupied by a woman, not the accused, who by customs does not appear in public, the officer must first give notice so she may withdraw, give her reasonable time to leave. Only then may he break open and enter. അതായത് ഈ പറഞ്ഞ വീട്ടിനുള്ളിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട് ആൻഡ് ബൈ കസ്റ്റം, ആൻഡ് ഈ സ്ത്രീ ആരായിരിക്കരുത്, ഈ അക്യൂസ്ഡ് അല്ല, മറ്റൊരു സ്ത്രീയാണ്. ഓക്കെ, ആൻഡ് ബൈ കസ്റ്റം ഇവർ അവരുടെ മുഖം മറ്റേ പർദ്ദ ഇട്ട് നടക്കുന്നുണ്ട്, മുഖത്ത് പർദ്ദ ഇട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ എന്താ നോർത്തിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ രാജസ്ഥാൻ സൈഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ മുഖം മറിച്ച് നടക്കുന്ന പർദ്ദ ധരിക്കുന്ന സ്ത്രീകളാണ്. സോ അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? പോലീസ് ആദ്യം ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം, ദാറ്റ് ഓക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോവാ, അറസ്റ്റ് വാറന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്, സോ അതിന് മുന്നേ നിങ്ങൾ വീടിന് പുറത്തിറങ്ങി അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായി മാറണം എന്ന് പറയണം. ആൻഡ് ഗീവ് ഹർ റീസണബിൾ ടൈം ടു ലീവ്, അത് അവർക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുത്തിരിക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ബ്രേക്ക് ഓപ്പൺ എൻട്രി നടത്താൻ വേണ്ടിയിട്ട്. അതാണ് പ്രൊട്ടക്ഷൻ ഫോർ വുമൺ പറയുന്നത്. Breaking open to free others. If a police officer or authorized person enters a place lawfully to arrest someone but get locked in or detained, they can break open doors or windows to free themselves or others. അതായത് ഇവിടെ പോലീസ് ഓഫീസർ എന്ത് ചെയ്തു? അയാള് വിത്ത് വാറന്റ് ഒക്കെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പോലീസ് ഓഫീസറിനെ അവിടെ ഇട്ട് പൂട്ടി, അല്ലെങ്കിൽ അയാളെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ പോലീസ് ഓഫീസറിനെ അവിടെ പൂട്ടി വെക്കുകയാണ്, പ്ലസ് അവിടെ വേറെ ഒരാളോ 2-3 ആൾക്കാരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസറിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ വിൻഡോസും ഡോർസും ബ്രേക്ക് ചെയ്തിട്ട് അയാളെയും അതുപോലെ തന്നെ അതേഴ്സിനെയും രക്ഷിക്കാനായിട്ട് പറ്റും. അതാണ് ബ്രേക്കിംഗ് ഓപ്പൺ ടു ഫ്രീ അതേഴ്സ് എന്നുള്ളത്. ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, police with the authority to arrest can enter a house to search for an accused. If refused, they can break doors or windows after giving notice of their authority. Special care is required if women not accused are inside. They must be allowed to withdraw before entry. Then police can also break open doors or windows to rescue themselves or others if detained inside. Next is section 45 ആണ്. Pursuit of offenders into their jurisdictions. If a police officer has the authority to arrest someone without a warrant, he can chase that person into any place in India in order to make the arrest. അതായത് ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറിന് അതോറിറ്റി ഉണ്ട്, ഒരാളെ വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അതായത് ഒരാൾ കൊഗ്നീസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, അപ്പൊ എന്താണ്, ആ പോലീസ് ഓഫീസറിന് വിത്തൗട്ട് വാറന്റ് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? വിത്തിൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളില് എവിടെ വേണമെങ്കിലും ചേസ് ചെയ്ത് പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഹി ക്യാൻ ചേസ് ദാറ്റ് പേഴ്സൺ ഇൻ ടു എനി പ്ലേസ് ഇൻ ഇന്ത്യ ഇൻ ഓർഡർ ടു മേക്ക് ദി അറസ്റ്റ്. ഇതൊക്കെ നമ്മൾ മിക്ക മൂവീസിലും കാണുന്നതാണ്. പോലീസ് എന്ത് ചെയ്യുന്നു? ചേസ് ചെയ്ത് പോയി ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത്. In short, police can follow and arrest an accused anywhere in India. They are not limited by state or district boundaries when chasing a person who can be arrested without a warrant. അവിടെ കണ്ടീഷൻ എന്താണ്? വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ചെയ്ത്, അതായത് ഒരു സീരിയസ് ഒഫൻസ് ചെയ്ത ഒരു ഒഫൻഡർ ആയിരിക്കണം. ചുമ്മാ എന്തെങ്കിലും ലൊക്കിലൊടക്ക് കേസ് ചെയ്തിട്ടല്ല, സീരിയസ് ഒഫൻസ് ചെയ്തതായിരിക്കണം. This ensures that an accused person cannot escape arrest simply by running into another area. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഒരു സ്ഥലത്ത് നിന്നാണ് ഒഫൻസ് ചെയ്തത്, ഞാൻ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓക്കെ, അത് അവർക്കൊരു ഇതായിട്ട് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 46 ആണ്. No unnecessary restraint. When someone is arrested, the police can restrain, hold or control them only as much as needed. The restraint should be just enough to stop them from escaping. The arrested person should not be treated with unnecessary force or restrictions beyond what is required. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? അവരെ റിസ്ട്രെയിൻ ചെയ്ത് വെക്കാം. അതായത് പോലീസിന്റെ കൺട്രോളിൽ അവരെ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. പക്ഷെ എന്തായിരിക്കണം?
എത്രമാത്രം റെസ്ട്രിക്ഷൻസ് ആവശ്യമുണ്ടോ അത്ര മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. ദ റിസ്ട്രെയിൻ എന്തായിരിക്കണം? ഷുഡ് ബി ജസ്റ്റ് അവര് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, അയാള് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യണോ അത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ദി അറസ്റ്റഡ് പേഴ്സൺ ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് വിത്ത് അൺനെസസറി ഫോഴ്സ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് കൊടുക്കാൻ പാടില്ല ബിയോണ്ട് വാട്ട് ഇസ് റിക്വയർഡ്. അതാണ് സെക്ഷൻ 46 പറയുന്നത്. Police must not use excessive force or restrictions on an arrested person, only what is reasonably necessary to prevent escape. This provision protects the arrested person's dignity and rights while ensuring they don't run away. അല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ അറസ്റ്റഡ് പേഴ്സൺസിനെ ആവശ്യമില്ലാതെ അവർക്ക് ചൂഷണം ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് ആക്കി അവരെടുക്കും. Next is section 47 ആണ്. Person arrested to be informed on grounds of arrest and right to bail. അതിലെന്താ പറയുന്നത്? റൈറ്റ് ടു നോ ദ റീസൺ ഫോർ അറസ്റ്റ്. അതായത് എന്നെ ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന, ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരിക്കണം. ഇഫ് someone is arrested without a warrant, the police or any person making the arrest must immediately tell them. ഇഫ് someone is ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ആ പോലീസോ അല്ലെങ്കിൽ ആരാണോ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ എന്ത് ചെയ്തിരിക്കണം? ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്തൊക്കെയാണ്? ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഒഫൻസ് ദേ ആർ അക്യൂസ്ഡ് ഓഫ്. അതായത് എന്ത് കുറ്റം ചെയ്തിട്ടാണ് താങ്കളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് കൊടുക്കണം. ഓർ ദി അതർ റീസൺസ് ഫോർ വിച്ച് ദേ ആർ ബീങ് അറസ്റ്റഡ്, അല്ലെങ്കിൽ എന്ത് റീസൺസ് കൊണ്ടാണ്, വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ ആ റീസൺസും കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽസോ റീസൺസോ എന്താ വെച്ചാൽ അത് കൊടുത്തിരിക്കണം. റൈറ്റ് ടു ബെയിൽ ഇൻഫർമേഷൻ, ആൻഡ് ഇഫ് ബെയിലബിൾ ഒഫൻസ് ആണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു റൈറ്റും അവരെ അറിയിച്ചിരിക്കണം. ഇഫ് ദ പേഴ്സൺ അറസ്റ്റഡ് ഈസ് നോട്ട് അക്യൂസ്ഡ് ഓഫ് എ നോൺ ബെയിലബിൾ ഒഫൻസ്, ദാറ്റ് ഈസ് ഇറ്റ്സ് എ ബെയിലബിൾ ഒഫൻസ്, ദ പോലീസ് മസ്റ്റ് inform them they have the right to be released on bail. Tell them they can arrange sureties, people who will guarantee their appearance in court. അതായത് ബെയിലബിൾ ഒഫൻസ് എന്ന് വെച്ചാൽ എന്താണ്? ജാമ്യം കിട്ടുന്ന ഒഫൻസ്. അപ്പം ആക്ച്വലി ബെയിലബിൾ ഒഫൻസുകളിനകത്ത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളില്ലേ, അയാളുടെ ഒരു റൈറ്റ് ആണ് ദാറ്റ് ഈ ബെയില് കിട്ടുക എന്ന് പറയുന്നത്, ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് അയാളുടെ ഒരു റൈറ്റ് ആണ്. സോ അത് ഇയാൾ അറിയിച്ചിരിക്കണം. ഓക്കെ, താങ്കൾ ചെയ്തിരിക്കുന്നത് ഒരു ബെയിലബിൾ ഒഫൻസ് ആണ്, സോ നിങ്ങൾക്ക് ജാമ്യം കിട്ടും. അപ്പം ഒരു ഷ്യൂരിറ്റീനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവർക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ഒരാളെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ ജാമ്യത്തിൽ പറഞ്ഞയക്കും എന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഫീസർ അറിയിച്ചിരിക്കണം. അതാണ് റൈറ്റ് ടു ബെയിൽ ഇൻഫർമേഷൻ. അപ്പൊ മീൻസ് ഷോർട്ട് എന്താണ്? എവറി അറസ്റ്റഡ് പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു നോ വൈ ദേ ആർ ബീങ് അറസ്റ്റഡ്. If the offense is bailable ആണെന്നുണ്ടെങ്കിൽ the arrested person must be informed about their right to bail immediately. This provision safeguards the arrested person's right to information and fair treatment. Next is section 48 ആണ്. Obligation of person making arrest to inform about arrest etc. to relative or friend. അതായത് ഇൻഫോമിങ് റിലേറ്റീവ്സ് ഓഫ് ഫ്രണ്ട്സ് അബൌട്ട് അറസ്റ്റ് അല്ലെ. നമ്മളിപ്പം എന്നെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്തുള്ള റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ എനിക്കത് അറിയിക്കാനുള്ള റൈറ്റും എനിക്കുണ്ട്. When someone is arrested, the police or whoever arrests must immediately inform a relative, friend or any other person chosen or nominated by the arrested person. ഈ arrested person പറയുന്ന ആളെ വേണം ഈ പോലീസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അറിയിക്കാൻ വേണ്ടിയിട്ട്. The designated police officer in the district ആയിരിക്കണം ഇത് ചെയ്യുന്നത്. And they must also tell where the arrested person is being kept. അപ്പം എന്തൊക്കെയാണ് ഈ അറസ്റ്റഡ് പേഴ്സൺ ചൂസ് ചെയ്യും അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യും, ഒക്കെ ആരെയാണ് പറയേണ്ടത്, ഏത് റിലേറ്റീവിനെയാണോ ഫ്രണ്ടിനെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ അറിയിക്കേണ്ടത് എന്നുള്ളത്. then ഈ പറഞ്ഞത് ഈ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ ആയിരിക്കണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ പോലീസ് ഓഫീസർ എന്തും പറഞ്ഞിരിക്കണം, എവിടെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ആളെ വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും ഈ ഇൻഫോം ചെയ്യുന്ന ആളോട് പറഞ്ഞിരിക്കണം.
That is section 48. Then informing the arrested person of his right. ഇതിനെ പറ്റിയിട്ട് ആരെയും ഇൻഫോം ചെയ്യണം? അറസ്റ്റഡ് പേഴ്സണെയും അറിയിച്ചിരിക്കണം. That as soon as the arrested person reaches the police station, the police officer must tell them they have the right to get a relative or friend informed about their arrest. ഈ പോലീസ് ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത ആളോട് പറയണം, ഓക്കെ, നിങ്ങളുടെ ഒരു റൈറ്റ് ആണ് ഈ അറസ്റ്റിനെ പറ്റിയിട്ട് ഒരു റിലേറ്റീവിനെയോ ഫ്രണ്ടിനെയോ അറിയിക്കേണ്ടത്. ആരെയും അറിയിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്പർ പറഞ്ഞാൽ മതി, നമ്മൾ അറിയിക്കാന്നുള്ളത്. Then record keeping. The police must make an entry in a register at the police station noting who was informed about the arrest. അത് പോലീസ് ഓഫീസേഴ്സ് കള്ളത്തരം ഒന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി എന്താണ്, ഒരു റെക്കോർഡ് ബുക്കും ഉണ്ട്, ഒരു രജിസ്റ്റർ ഉണ്ട്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരെയാണ് അറസ്റ്റ് ചെയ്തത്, ആരെ ഈ ഇൻഫോം ചെയ്തത്, അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ആരെയാണ് ഇൻഫോം ചെയ്തത് എന്നുള്ളത് അത് ഈ റെക്കോർഡ് ബുക്കിൽ എഴുതി വെക്കണം. The format of this record will be decided by the state government rule. And ആ റെക്കോർഡിന്റെ ഓരോ ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പേര് എഴുതണം, അഡ്രസ്, അങ്ങനെയൊക്കെ ഉള്ള ഫോർമാറ്റ് ഉണ്ടല്ലോ, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾസ് ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. Now, role of the magistrate. ഇതിനകത്ത് മജിസ്ട്രേറ്റിന്റെ റോൾ എന്താണ്? When the arrested person is brought before a magistrate, the magistrate must check and ensure that the arrested person was informed of their right. The record entry about who was informed has been properly made. അപ്പം ഇവിടെ മജിസ്ട്രേറ്റിന്റെ റോൾ എന്താ പറയുന്നത്? ഒരാളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കണം, ഓക്കെ, നിങ്ങളെ മറ്റേ ഇൻഫർമേഷൻ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത കാര്യം റിലേറ്റീവിനൊക്കെ അറിയിക്കാന്നുള്ള കാര്യം പോലീസ് നിങ്ങളോട് പറഞ്ഞിരുന്നോ, അത് നിങ്ങളെ ഇൻഫോം ചെയ്തിരുന്നോ എന്നുള്ളത് ചോദിക്കണം. അതുപോലെ തന്നെ ആ ഒരു റെക്കോർഡ് എൻട്രി പ്രോപ്പർലി ചെയ്തിട്ടുള്ളോ എന്നുള്ളതും എന്ത് ചെയ്യണം? The record entry about who was informed has been properly made. അതും മജിസ്ട്രേറ്റ് നോക്കിയിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടി? ദ അറസ്റ്റഡ് പേഴ്സൺ വാസ് ഇൻഫോംഡ് ഓഫ് ദർ റൈറ്റ് എന്നുള്ളത് എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ റെക്കോർഡ് എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എൻഷുർ ചെയ്യണം. അപ്പൊ അത് ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, police must inform relatives of friends plus district officer immediately after arrest. Arrested person must be told about this right. Police must record whom they informed. Magistrate must verify that all these steps were followed. This section ensures transparency and prevents illegal or secret detentions. Next is section 49, search of arrested person. When an arrested person can be searched. എപ്പോഴാണ് ഒരു arrested person നമുക്ക് search ചെയ്യാനായിട്ട് പറ്റുന്നത്? A person who is arrested may be searched if they are arrested under a warrant without bail or a warrant with a bail but cannot provide bail. അതായത് നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വാറന്റ് വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ബെയിൽ കൊടുക്കാൻ പറ്റാത്തൊരു ഒഫൻസ് ആണ്, ജാമ്യം കൊടുക്കാൻ പറ്റാത്തൊരു ഒഫൻസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വാറന്റ് വിത്ത് ബെയിൽ, എന്താ, വാറന്റ് കൊണ്ട് ബെയിലും കൊടുക്കാൻ പറ്റും, ബെയിൽ കൊടുക്കാൻ പറ്റുന്ന ഒഫൻസ് ആണ്, പക്ഷെ ഇയാൾക്ക് ബെയിൽ കൊടുക്കാൻ പറ്റുന്നില്ല, കനോട്ട് പ്രൊവൈഡ് ബെയിൽ. എന്തെങ്കിലും കാരണം ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുന്നില്ല. They are arrested without a warrant or by a private person under a warrant and they either, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്തത് ഒരു വാറന്റ് ഇല്ലാതെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ ഒരു വാറന്റ് വെച്ച് അറസ്റ്റ് ചെയ്തു, and they either cannot be legally granted bail, അവർക്ക് ലീഗലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജാമ്യം കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആർ അണേബിൾ ടു ഫർണിഷ് ബെയിൽ, ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുന്ന, അതായത് ചിലപ്പോൾ ജാമ്യം കിട്ടിയാൽ ഇവർ മുങ്ങിക്കളയും, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാണും, നമുക്ക് ജാമ്യം കിട്ടാത്തൊരു സിറ്റുവേഷൻ, ആ സമയത്താണ് നമുക്ക് ഇവരെ സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇൻ സച്ച് കേസസ് ദ ഓഫീസർ മേക്കിംഗ് ദ അറസ്റ്റ് ഓർ ദ police officer is, if arrested by a private person, may search the person. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ആ അറസ്റ്റ് ചെയ്ത ഓഫീസർ, അല്ലെങ്കിൽ പ്രൈവറ്റ് പേഴ്സൺ ആണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുമല്ലോ, അപ്പൊ അവിടെ ഉള്ള ഒരു പോലീസ് ഓഫീസർ എന്ത് ചെയ്തിരിക്കണം, ഇയാളെ സെർച്ച് ചെയ്തിരിക്കണം. എങ്ങനെ സെർച്ച് ചെയ്യുന്നത്? ഓൾ ഐറ്റംസ് എക്സെപ്റ്റ് നെസസറി ക്ലോതിങ് മേ ബി ടേക്കൺ ആൻഡ് കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡി. അതായത് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്തിങ് അയാളുടെ മേത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം അഴിച്ചെടുത്ത് സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കണം. A receipt listing all items taken must be given to the arrested person. അത് മാത്രമല്ല, അയാളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു റെസീപ്റ്റും
ഈ അറസ്റ്റഡ് പേഴ്സണ് കൊടുത്തിരിക്കണം. ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് നമ്മൾ സേഫ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഇയാൾക്ക് കൊടുത്തിരിക്കണം. സ്പെഷ്യൽ റൂൾ ഫോർ വുമൺ എന്താണ്? ഇഫ് എ വുമൺ നീഡ്സ് ടു ബി സെർച്ച്ഡ് ഇറ്റ് മസ്റ്റ് ബി ഡൺ ഓൺലി ബൈ അനദർ വുമൺ ആയിരിക്കണം. ഒരു സ്ത്രീനെയാണ് ഇനി സെർച്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സ്ത്രീനെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. ദ സെർച്ച് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് വിത്ത് സ്ട്രിക്റ്റ് ഡീസൻസി ആൻഡ് റെസ്പെക്റ്റോട് കൂടി ആയിരിക്കണം സ്ത്രീകളുടെ ആ ഒരു സെർച്ച് നടത്തുന്നത്. ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ arrested people can be searched if bail is not available or not furnished. Their belongings except clothes can be taken and kept safely. They must get a receipt for seized items kittum. Then women can only be searched by women with full decency. This provision protects against misuse during searches and ensures dignity, especially for women.